മെക്കാനിക്കൽ എന്നൊരു സബ്ജക്റ്റ് ഇല്ലാത്ത ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്ട്സും, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന വെസൽസ് ആയിക്കോട്ടെ, നമ്മൾ വീട് വെക്കുമ്പോൾ റീഇൻഫോഴ്സ്മെന്റിന് ഉപയോഗിക്കുന്ന അയൺ റോഡ്സുകൾ ആയിക്കോട്ടെ, പ്രോസസ്ഡ് ഫർണിച്ചറുകൾ ആയിക്കോട്ടെ, ഇങ്ങനെ സൂര്യന് താഴെ കാണുന്ന ഓരോ പ്രോഡക്ട്സും നമ്മുടെ കയ്യിൽ എത്തുന്നതിന്റെ പിന്നിൽ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് വലിയൊരു റോൾ ഉണ്ട്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഇസ് ശരത് ഫ്രം ക്യാമ്പസ് മാൻ. ഓട്ടോമോട്ടീവ്, എയറോനോട്ടിക്സ്, മറൈൻ, സിവിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിൽ ഒരുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ദ റോയൽ മെക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാഷൻ ഇല്ലാതെ ആരെങ്കിലും പറയുന്ന വാക്ക് കേട്ടിട്ട് എടുത്തു പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് 100% പാഷനും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് പഠിച്ച് പ്രോപ്പറായിട്ട് ഒരു കരിയർ ഫൈൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് റോയൽ മെക്ക് എന്നൊക്കെ പറയുന്നതിന് പൊതുവെ ബോയ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പെൺകുട്ടികളില്ല, അതുകൊണ്ടാണ് റോയൽ മെക്ക് എന്നൊക്കെ. ശരിക്കും അതൊന്നും അല്ല സത്യം. റോയൽ മെക്ക് എന്ന് പറയുന്നതിന് ഒരു വലിയ റീസൺ ഉണ്ട്. ഈ ഒരു മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കോർ സബ്ജക്റ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഇൻഡസ്ട്രീസും. എയറോനോട്ടിക്കൽ, ഓട്ടോമോട്ടീവ്, മെറൈൻ, സിവിൽ, ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നുണ്ട്. റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, മെക്കട്രോണിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഡൈനാമിക്സ്, ഈ പറഞ്ഞ മേജർ സബ്ജക്റ്റുകളാണ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോമോട്ടീവ്, എയറോനോട്ടിക്സ്, സിവിൽ, മെറൈൻ ഇങ്ങനെയുള്ള കോർ സബ്ജക്റ്റുകളിലെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ മേജർ സബ്ജക്റ്റുകൾ തന്നെയാണ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ ഈ പറഞ്ഞ ഏത് സ്ട്രീമിൽ വേണോ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യാൻ കഴിയും. ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ മേജർ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ആ കോർ സബ്ജക്റ്റുകൾ, അതായത് എയറോനോട്ടിക്സ്, ഓട്ടോമോട്ടീവ്, ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്. ഓട്ടോമോട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കാറുകൾ, ബൈക്കുകൾ. എയറോനോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഡ്രോൺ ടെക്നോളജി, എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റേഴ്സ്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പറയുന്ന മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ അണ്ടറിലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതെല്ലാം മെഷീൻസ് ആണ്. എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എയർപ്ലെയിൻ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. കാർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഒരു മെഷീന്റെ ടെക്നോളജികളെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലും ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏത് ഇൻഡസ്ട്രിയിൽ വേണോ ഈസി ആയിട്ട് ജോബ് ഫൈൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞത്. മെക്കാനിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോബ് നോക്കുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡിസൈനിങ്, മാനുഫാക്ചറിങ്, മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള മേജർ ഏരിയസിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും നമ്മളോട് പറയാറുള്ളത്, മെക്കാനിക്കൽ പഠിച്ചതിന് ശേഷം 10,000 രൂപ സാലറി കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ 15,000 രൂപ സാലറി കിട്ടാറുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല, നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളതിനാണ് പ്രസക്തി. സോ നിങ്ങളുടെ നോളജ് ലെവൽ അനുസരിച്ച് നിങ്ങളുടെ സാലറി സ്കെയിലും മാറും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ നോളജിന് ഡെപ്തും അത്രേ കാണത്തുള്ളൂ. കാരണം 1 lakhും 2 lakhും മന്ത്ലി സാലറി ഓഫർ ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യയിലുണ്ട്. സോ ആ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ പാനൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് നോളജിന്റെയും കൂടെ ഒരു കുഴപ്പമാണ്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ദ വീഡിയോ. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാവൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് ചൂസ് ചെയ്തതിനു ശേഷം എനിക്ക് ജോബ് കിട്ടിയില്ല, എന്റെ സാലറി പാക്കേജ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇഫ് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട് യുവർ സബ്ജക്ട്, ഉറപ്പായിട്ടും ഈ ഒരു മെക്കാനിക്കൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്ക് കരിയർ ഫൈൻഡ് ചെയ്യാൻ കഴിയും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ അനദർ വീഡിയോ. ദിസ് ഇസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.